ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ സെയിൽ വന്നിട്ടുള്ള ടോപ്പ് 15 SUVs ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ആൻഡ് നമുക്കറിയാം കഴിഞ്ഞ മാസങ്ങളിൽ മിക്ക വാഹനങ്ങൾക്ക് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെയിലായിരുന്നു. നമ്മുടെ ഈ ലിസ്റ്റിൽ 15th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹ്യുണ്ടായുടെ എക്സ്റ്റർ ആണ്. ഇതിന് കഴിഞ്ഞ മാസം 5643 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. നമ്മൾ ഇയർ ഓൺ ഇയർ ബേസിസിലാണ് കമ്പയർ ചെയ്യുന്നത്, മന്ത് ഓൺ മന്തിലല്ല. അതുകൊണ്ട് തന്നെ 2024 സെപ്റ്റംബറിന് സെയിൽസ് വെച്ചായിരിക്കും കമ്പയർ ചെയ്യുന്നത്. സോ 2024 സെപ്റ്റംബറിൽ എക്സ്റ്ററിന് 6908 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. 1265 വാഹനങ്ങളുടെ വ്യത്യാസവും 18.31% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനമാണ് എക്സ്റ്റർ എന്ന് പറയാം. ഇതിലിപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 6 വണ്ടികൾക്ക് ഡീഗ്രോത്ത് ഉണ്ട്. അതിലാണ് ഈ വണ്ടി മൂന്നാമത് വന്നിരിക്കുന്നത്. വലിയ കുഴപ്പമില്ല. ഇനി അടുത്ത 14th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഗ്രാൻഡ് വിറ്റാരയാണ്. സാധാരണ ഗ്രാൻഡ് വിറ്റാര ഇത്രയും താഴത്തേക്ക് വരാത്തതാണ്. കഴിഞ്ഞ മാസം 5698 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. 2024 സെപ്റ്റംബർ, അതായത് കഴിഞ്ഞ വർഷം 10267 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയതായിരുന്നു. 4569 വാഹനങ്ങളുടെ വ്യത്യാസവും 44.5% ഡീഗ്രോത്ത് റേറ്റ് ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും ഹയസ്റ്റ് ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള ഡീഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന ഈ വാഹനത്തിലാണ്. ഇവർ ഹൈറൈഡറിൻ്റെ പ്രൊഡക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാരയുടെ പ്രൊഡക്ഷൻ ഇത്തിരി കുറച്ചാണ്. പിന്നെ ഇപ്പോൾ വിക്ടോറിയസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ ഡിക്ലൈനും ഗ്രാൻഡ് വിറ്റാരയുടെ സെയിലിൽ വന്നതായിട്ട് നമുക്ക് കാണാം. അതാണ് സംഭവം. പിന്നെ ഇനി അടുത്ത വാഹനം 13th പൊസിഷനിൽ നിൽക്കുന്ന സെൽട്ടോസ് ആണ്. ഇതിന് കഴിഞ്ഞ മാസം 5816 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. സെപ്റ്റംബർ മാസത്തിൽ 6959 വണ്ടികളുടെ സെയിലായിരുന്നു കിട്ടിയത് കഴിഞ്ഞ വർഷം. അതായത് 1143 വാഹനങ്ങളുടെ വ്യത്യാസവും 16.42% ഡീഗ്രോത്ത് റേറ്റും ഇതിൽ വന്നിട്ടുണ്ട്. അത്യാവശ്യം ഡീഗ്രോത്ത് റേറ്റ് ഉണ്ട്, പക്ഷെ എന്നാലും എക്സ്ട്രാക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. പിന്നെ ഇതിനകത്ത് അവർ ചില സമയത്ത് സെറോസിൻ്റെയും സോണറ്റിൻ്റെയും പ്രൊഡക്ഷൻ കൂട്ടും, അതുപോലെ ക്ലാവിസിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടും, സെൽട്ടോസിൻ്റെ കുറയ്ക്കും. ചില സമയത്ത് നേരെ തിരിച്ചായിരിക്കും. അത് മൊത്തത്തിൽ പ്രൊഡക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അല്ലാതെ ഇതിനെ ഡിമാൻഡ് കുറയുന്നതും സെയിൽ കുറയുന്നതുമായിട്ട് സത്യം പറഞ്ഞാൽ ഇതിന് സെയിലിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ഇനി അടുത്ത വാഹനം നമ്മുടെ ഹൈറൈഡറാണ്. നേരത്തെ പറഞ്ഞ പോലെ ഗ്രാൻഡ് വിറ്റാരയുടെ സെയിൽ കുറവാണെങ്കിലും കഴിഞ്ഞ മാസം ഹൈറൈഡറിന് 7608 വാഹനങ്ങളുടെ സെയിലുണ്ട്. പക്ഷേ ഇതിന് മുന്നത്തെ മാസം, അതായത് ഇപ്പോൾ ഓഗസ്റ്റൊക്കെ നോക്കുകയാണെങ്കിൽ ഹൈറൈഡറിന് 9000 10000 ആ റേഞ്ചിലൊക്കെ സെയിൽ ഉണ്ടായിരുന്നു. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെപ്റ്റംബറിൽ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ 2024 സെപ്റ്റംബർ, കഴിഞ്ഞ വർഷം 5385 വാഹനങ്ങളുടെ സെയിൽ ഹൈറൈഡറിന് ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇപ്പോഴത്തെ ഗ്രാൻഡ് വിറ്റാരയുടെ സെയിൽ കമ്പയർ ചെയ്യുമ്പോൾ 2223 വാഹനങ്ങളുടെ വ്യത്യാസവും 41.28% ഗ്രോത്ത് റേറ്റും ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് ഇയർ ഓൺ ഇയർ ബേസിസിൽ ഹൈറൈഡർ. സോ അത് കൊള്ളാം. ഇനി അടുത്ത 11th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം സോണറ്റാണ്. 9020 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കഴിഞ്ഞ മാസം കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ 10335 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. 1315 വാഹനങ്ങളുടെ വ്യത്യാസവും 12.72% ഡീഗ്രോത്ത് റേറ്റും ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി ഇതാണ്. പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പം സെൽട്ടോസിന് 16% ആണ്, എക്സ്റ്ററിന് 18% ആണ്. ഇതിപ്പോൾ 12% ആണെന്ന് പറയുമ്പം കുഴപ്പമില്ല എന്നുള്ളൂ. മറ്റതിനേക്കാൾ കുറവാണെന്ന് പറയാം, പക്ഷേ ഭയങ്കര സിഗ്നിഫിക്കൻ്റ്ലി കുറവാണ് എന്നുള്ള രീതിയിലൊന്നും പറയാൻ പറ്റില്ല. ഏതായാലും ഇനിയിപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം XUV 3XO ആണ് മഹീന്ദ്രയുടെ. ഇതിന് കഴിഞ്ഞ മാസം 9032 വാഹനങ്ങളുടെ സെയിലാണ് വന്നത്. അതായത് സോണറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആകെപ്പാടെ 12 വണ്ടികളുടെ വ്യത്യാസമുള്ളൂ. 9000 വണ്ടികളുടെ സെയിലായിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ കിട്ടിയത്. വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിലാണ്. വെറും 32 വാഹനങ്ങളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 0.36% ഗ്രോത്ത് റേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ തീർച്ചയായും ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടിയും ഇത് തന്നെയാണ്. അതൊരു പ്രശ്നമാണെന്ന് ചോദിച്ചാലല്ല, കാരണം ഇത്രയും ഇയർ ഓൺ ഇയർ ബേസിസിൽ നോക്കുമ്പോഴും കറക്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ചില മാസങ്ങളിൽ 10,000 വരെയൊക്കെ ഇതിന് സെയിൽ വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ അടുത്ത അത്യാവശ്യം ഡിസേർവിങ് സെയിലാണ്. ഇനി അടുത്തത് നമ്മുടെ മഹീന്ദ്രയുടെ XUV 700 ആണ്. അതായത് മഹീന്ദ്രയുടെ വലിയ വണ്ടിക്കാണ് ചെറിയ വണ്ടിയേക്കാൾ സെയിൽ കൂടുതൽ. 3XO 700 താഴെയാണ് നിൽക്കുന്നത്. 700 കഴിഞ്ഞ മാസം 9764 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. കഴിഞ്ഞ വർഷം 9646 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. ഇവിടെയും ആകെ 118 വാഹനങ്ങളുടെ വ്യത്യാസം 1.22% ഗ്രോത്ത് റേറ്റേ ഉള്ളൂ. പറഞ്ഞു വരുമ്പോൾ ചെറിയ ഗ്രോത്ത് ഉണ്ട്, പക്ഷേ അഗൈൻ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിൽ തന്നെയാണ് നമുക്ക് ഈ വാഹനത്തിലും കാണാൻ പറ്റുന്നത്. മഹീന്ദ്രയ്ക്ക് ഇപ്പോൾ മിക്കവാറൊക്കെ എല്ലാ മാസങ്ങളിലും നല്ല കൺസിസ്റ്റൻറ്റ് സെയിലായിരിക്കും. പിന്നെ XUV 700 ഒരു പുതിയ ഫേസ് ലിഫ്റ്റും ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതിന് ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്. സോ അത് വെയിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാമെന്ന് മാത്രം. ഇനി അടുത്ത 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ബ്രസ്സാണ്. ഇതിന് 10173 വാഹനങ്ങളുടെ സെയിൽ കഴിഞ്ഞ മാസമുള്ളൂ. സാധാരണ ഇതിൽ എന്ത് കളി കളിച്ചാലും 12,000 to 16,000 സെയിൽ കിട്ടാറുള്ളതാണ്. ഇവൻ കഴിഞ്ഞ വർഷമാണെങ്കിലും 15,322 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. 5,149 വാഹനങ്ങളുടെ വ്യത്യാസവും 33.61% ഡീഗ്രോത്ത് റേറ്റും ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനമാണ് ബ്രസ്സ.
ഇതിനിപ്പോൾ കഴിഞ്ഞ മാസം എന്താ പറ്റിയെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. എന്തായാലും സെയിൽ നന്നായിട്ട് ഡ്രോപ്പ് വന്നിട്ടുണ്ട്. നെക്സോണിൻ്റെ സെയിൽ അതിനനുസരിച്ച് തന്നെ കുത്തനെ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. നിങ്ങൾ ടോപ്പ് 10 വണ്ടികളുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാമായിരിക്കും. ഇനി 7th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം ഹ്യുണ്ടായുടെ വെന്യൂ ആണ്. ഈ വണ്ടിയുടെ പുതിയ ജനറേഷൻ മോഡൽ ഈ വരുന്ന നവംബർ 4 ലോഞ്ച് ഉണ്ട്. പക്ഷേ സ്റ്റിൽ കഴിഞ്ഞ മാസം 11,484 വാഹനങ്ങൾ സെയിൽ ഇതിന് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണ് കഴിഞ്ഞ മാസം കിട്ടിയിരിക്കുന്ന സെയിൽ. കഴിഞ്ഞ വർഷം 10,259 വണ്ടികൾ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. 1,225 വാഹനങ്ങളുടെ വ്യത്യാസവും 11.94% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഡീസൻ്റ് ആണ്, പ്രത്യേകിച്ച് പുതിയൊരു ജനറേഷൻ അടുത്ത് തന്നെ വരാനുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോഴത്തെ വണ്ടി കുറച്ചധികം ബേസിക് ആണ്, ഫീച്ചേഴ്സും കുറവാണ്. ആകെപ്പാടെ പവർ ട്രെയിൻ ഓപ്ഷൻസ്, എഞ്ചിൻ ഓപ്ഷൻസ്, പ്ലാറ്റ്ഫോം അതൊക്കെ മാത്രമേ സെയിം ആയിരിക്കുള്ളൂ. ഇനി അടുത്ത വാഹനം നമ്മുടെ മഹീന്ദ്ര ഥാർ ആണ്. ഥാർ എന്ന് പറയുമ്പോൾ 3 ഡോറും അതുപോലെ റോക്സും രണ്ടിനെയും കമ്പൈൻഡ് സെയിലായിട്ട് വരുന്ന കഴിഞ്ഞ മാസം 11,846 വാഹനങ്ങളാണ്. 2024 സെപ്റ്റംബറിൽ 8,843 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. 303 വാഹനങ്ങളുടെ വ്യത്യാസം 33.96% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല ഗ്രോത്ത് റേറ്റ് ആണ്. നമ്മുടെ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനങ്ങളും ഥാറും ഥാർ റോക്സും തന്നെയാണ്. പിന്നെ ഥാറിൻ്റെ 3 ഡോർ മോഡൽ അവരിപ്പോൾ ചെറിയൊരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത മാസം ചിലപ്പോൾ ഇത്തിരിയും കൂടെ സെയിൽ കൂടുമായിരിക്കും. എന്നാലും ഒരുപാടൊന്നും കൂടാനുള്ള സാധ്യതയില്ല. ഇനി നമ്മുടെ അടുത്ത 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് ആണ്. ഇതിന് കഴിഞ്ഞ മാസം 13,767 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ 13,874 വാഹനങ്ങൾ സെയിലാണ് വന്നത്. 107 വാഹനങ്ങളുടെ വ്യത്യാസം 0.77% ഡീഗ്രോത്ത് റേറ്റും ഉള്ളൂ. സംഭവം പറഞ്ഞു വരുമ്പോൾ ഡീഗ്രോത്ത് ആണെങ്കിലും ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി ഇതാണ്. ഓർ അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിലാണ് എന്നും പറയാം, കുഴപ്പമൊന്നുമില്ല. കാരണം ആകെപ്പാടെ 107 വണ്ടികളുടെ വ്യത്യാസമല്ലേ ഉള്ളൂ. ഇനി അടുത്ത 4th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ടാറ്റ പഞ്ചാണ്. ഇതിന് കഴിഞ്ഞ മാസം 15,891 വാഹനങ്ങൾ സെയിൽ വന്നിട്ടുണ്ട്. അത്യാവശ്യം കൂടി. സാധാരണ കുറച്ച് മാസമായിട്ട് ഇപ്പോൾ പഞ്ച് ഒരു 12,000 റേഞ്ചിലായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. ഏതായാലും കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ 13,711 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം 2,180 വാഹനങ്ങളുടെ വ്യത്യാസവും 15.9% ഗ്രോത്ത് റേറ്റും ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ലതാണ്. അതുപോലെ തന്നെ കുറച്ച് കാലമായിട്ട് 12,000 to 15,000 വന്ന് കളിച്ചുകൊണ്ടിരുന്നതാണ് മഹീന്ദ്രയുടെ സ്കോർപിയോ സീരീസിലുള്ള NM ക്ലാസിക്കും. അതും കഴിഞ്ഞ മാസം അടിച്ചു കയറി 18,372 വാഹനങ്ങളുടെ സെയിലിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ 14,438 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് തന്നെ ഇതിൻ്റെ സൈസും പ്രൈസും കാറ്റഗറിയെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇമ്പ്രസീവാണ്. പക്ഷേ കഴിഞ്ഞ മാസം 18,000 എന്ന് പറയുമ്പം അത് ഗംഭീര സെയിലാണ്. ഇവിടെ ഇപ്പോൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് 3,934 വാഹനങ്ങളുടെ വ്യത്യാസം 27.25% ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ 4ാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഈ വണ്ടിക്കാണ്. ഇനി അടുത്ത 2nd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹ്യുണ്ടായുടെ ക്രെറ്റയാണ്. 18,861 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയത്. സെപ്റ്റംബർ 2024 15,902 വാഹനങ്ങളുടെ സെയിലും കിട്ടിയതായിരുന്നു. 18,861 എന്ന് പറയുന്ന ക്രെറ്റയ്ക്ക് അത്യാവശ്യം നല്ല ഹൈ സെയിൽസ് ആണ്. കമ്പയർ ചെയ്യുമ്പോൾ 2,959 വാഹനങ്ങളുടെ വ്യത്യാസവും 18.61% ഗ്രോത്ത് റേറ്റും ഒക്കെ ഉണ്ട്. പക്ഷേ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്പർ 1 നിൽക്കുന്ന വാഹനം അത് ടോപ്പ് 10 SUVസിനെ മാത്രമല്ല ടോപ്പ് 10 വാഹനങ്ങളുടെ കഴിഞ്ഞ മാസത്തെ മൊത്തത്തിലുള്ള സെയിൽ എടുക്കുകയാണെങ്കിൽ പോലും ഈ വണ്ടി തന്നെയായിരുന്നു ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് വാഹനം. ഏതാണ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. നമ്മുടെ ടാറ്റയുടെ നെക്സോൺ തന്നെയാണ്. ഈ വണ്ടിയുടെ എവർ ടൈം ഹൈ സെയിൽസ് വന്നിരിക്കുന്നതും കഴിഞ്ഞ മാസം തന്നെയാണ്. 22,573 വാഹനങ്ങൾ സെയിലാണ് വന്നത്. 2024 സെപ്റ്റംബറിൽ 11,470 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയത്. അതായത് 11,103 വാഹനങ്ങളുടെ വ്യത്യാസം 96.8% ഗ്രോത്ത് റേറ്റുമാണ് കാണാൻ പറ്റുന്നത്. ഈ ലിസ്റ്റിൽ ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് ഇതാണ്. അത് മാത്രമല്ല ഹൈ വോളിയം സെയിൽസ് ആയിട്ട് പോലും ഇത്രയും ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്നു എന്ന് പറയുമ്പം സീരിയസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഇതിൻ്റെ സെയിൽസിൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്നത് എന്നും നമുക്ക് പറയാം. എന്തായാലും ഇതാണ് കഴിഞ്ഞ മാസം വന്നിരിക്കുന്ന ടോട്ടൽ ടോപ്പ് 15 SUVസിൻ്റെ സെയിൽസ്. എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് എന്ന് താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രോഡക്ട്സ് ടൈം ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.